ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 9 മരണം, 40ഓളം തൊഴിലാളികൾക്ക് പരിക്ക്, 10 പേരുടെ നില ഗുരുതരം. സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഒരു സാഹചര്യത്തിലും തുറക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം പൂർത്തിയായി. വോട്ടെടുപ്പ് മറ്റന്നാൾ. അമേരിക്ക ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വെടിക്കെട്ടുപുരയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 9 മരണം, 10 പേരുടെ നില ഗുരുതരമാണ്. 40ഓളം തൊഴിലാളികൾക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു. തൃശൂർ മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ടുപുരയിലാണ് സ്ഫോടനമുണ്ടായത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ 5 വെടിപ്പുരകൾ കത്തിയായതാണ് വിവരം. വൈകുന്നേരം 3:30ഓടെയാണ് ആദ്യത്തെ വലിയ സ്ഫോടനം കേട്ടത്. പ്രദേശത്ത് പിന്നീടും സ്ഫോടന ശബ്ദങ്ങളുണ്ടായി. സ്ഫോടക വസ്തുക്കൾ ഏറെക്കുറെ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 18 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സ്ഫോടന സ്ഥലത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും സമീപത്തെ മറ്റ് ആശുപത്രികളിലും ചികിത്സയ്ക്ക് വേണ്ട സജ്ജീകരണം ഒരുക്കാൻ ആരോഗ്യവകുപ്പ് നടപടികൾ സ്വീകരിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. തൃശൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളെയാകെ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആശുപത്രികളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തും. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും വോട്ടെണ്ണൽ പ്രോട്ടോകോളുകൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഏതൊരു സാഹചര്യത്തിലും തുറക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇൻഡെക്സ് കാർഡുകൾ തയ്യാറാക്കുക, എൻകോർ പോർട്ടലിലെ വിവരങ്ങൾ പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊന്നും തന്നെ മുറികൾ തുറക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും കാത്തുസൂക്ഷിക്കുന്നതിനായി ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. പാലക്കാട് വിക്ടോറിയ കോളേജ് ലൈബ്രറി ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന നെന്മാറ മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം തുറന്നതായുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്ന് ജില്ലാ കളക്ടർ. സ്ട്രോങ് റൂമോ അനുബന്ധമായ മറ്റേതെങ്കിലും റൂമുകളോ തുറന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായും കളക്ടർ അറിയിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലെ യാതൊരു മുറികളും ചീഫ് ഇലക്ടറൽ ഓഫീസറിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ തുറക്കേണ്ടതില്ല എന്ന് എല്ലാ ഭരണാധികാരികൾക്കും ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു. മുൻനിര നേതാക്കളെ അടക്കം രംഗത്തെത്തിച്ച് ആവേശകരമായ കൊട്ടിക്കലാശമാണ് ഇരു സംസ്ഥാനങ്ങളിലും ഇന്ന് നടന്നത്. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് മറ്റന്നാൾ വേതനത്തോടു കൂടിയ അവധി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും വോട്ടെണ്ണൽ മെയ് 4-നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അമേരിക്ക ഇറാൻ രണ്ടാംഘട്ട സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സമാധാന ചർച്ചയ്ക്കായി ഇറാൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് ചർച്ചയിൽ പങ്കെടുക്കുക. 2 ആഴ്ച വെടിനിർത്തൽ നാളെ അവസാനിക്കും. വെടിനിർത്തൽ തുടരാനുള്ള സാധ്യത വിരളമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക അറിയിച്ചെങ്കിലും
ഇറാൻ ഇക്കാര്യത്തിൽ തീരുമാനം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇറാൻ കപ്പലിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണവും അമേരിക്കയുടെ നാവിക ഉപരോധവും കണക്കിലെടുത്ത് രണ്ടാംവട്ട സമാധാന ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന നിലപാടാണ് ഇറാൻ വിദേശകാര്യ വക്താവ് ഇന്നലെ അറിയിച്ചത്. രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെയും LPGയുടെയും വില വർദ്ധിച്ചിട്ടും ആഭ്യന്തര വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം പാൽ ശേഖരണവും സംസ്കരണവും വിതരണവും തടസ്സമില്ലാതെ തുടരുന്നതായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ പൂജ റസ്തോഗി പറഞ്ഞു. സംഘർഷ മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം മെയ് 2 മുതൽ ആരംഭിക്കും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം ഈ വർഷം കൂടി 5 വയസ്സായി തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ ഇത് 6 വയസ്സായിരിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്. വാർഷിക പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനക്കയറ്റ പട്ടിക മെയ് 2-ന് സ്കൂളുകളിൽ പ്രസിദ്ധീകരിക്കും. ഓരോ വിഷയത്തിനും 30% മാർക്ക് ലഭിക്കാത്തവർക്ക് ഈ മാസം അവസാനം വീണ്ടും പരീക്ഷ നടത്തി അവരെ കൂടി ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുക. പ്രവേശന സമയത്ത് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാനാകാത്ത കുട്ടികൾക്കും താൽക്കാലിക പ്രവേശനം നൽകും. ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ ഉൾപ്പെടെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിക്കും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 വരെയും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇടിമിന്നൽ അപകടകരമാണ് എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ ഈർപ്പമുള്ള പ്രദേശങ്ങൾ തേടി ഇഴജന്തുക്കൾ എത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്. പാമ്പുകളുടെ പ്രജനനകാലം കൂടിയായതിനാൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സർപ്പ നോഡൽ ഓഫീസറുമായ ശ്രീ മുഹമ്മദ് അൻവർ പറയുന്നു. ചൂട് കൂടുതലായത് കാരണം പാമ്പുകൾ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നു കൂടിയുണ്ട്, കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്ന ഒരു സീസൺ കൂടിയാണ്. ജനിച്ച ഉടനെ കുഞ്ഞു പാമ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയ ഒളിയിടങ്ങൾ അന്വേഷിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും അത് വീടുകൾക്കുള്ളിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വിഷത്തിന്റെ വീര്യം കുഞ്ഞു പാമ്പുകൾക്കും ഉണ്ടാകും. മാത്രമല്ല, ഒരു കുഞ്ഞു പാമ്പിനെ കണ്ടു ആ പ്രദേശത്ത് പാമ്പുകളെ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഒരാൾ പരിശോധന നടത്തുന്നത് വളരെ അപകടകരമാണ്. പാമ്പുകളെ കൈകാര്യം ചെയ്ത് ശീലമുള്ള പരിചയസമ്പന്നരായ ആൾക്കാരെ വിളിച്ച് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി മാത്രം ഇത്തരം പരിശോധനകൾ നടത്തുക. കേരളത്തിൽ എല്ലാ ജില്ലകളിലും സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ട്. വനംവകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ആൾക്കാരാണ്. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ FC നേരിടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വെടിക്കെട്ട് പുരയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 9 മരണം. 40ഓളം തൊഴിലാളികൾക്ക് പരിക്ക്. 10 പേരുടെ നില ഗുരുതരം. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളും സീൽ ചെയ്യാത്ത മുറികളും ഒരു സാഹചര്യത്തിലും തുറക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനു കേൽക്കർ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം പൂർത്തിയായി. വോട്ടെടുപ്പ് മറ്റന്നാൾ. അമേരിക്ക ഇറാൻ 2-ാം ഘട്ട സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിൽ നിന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.